മിസ്രയീം ദേശത്തിലെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ചനന്തരം അവരെ കനാൻ ദേശത്തെത്തിക്കുവാൻ ദൈവം ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുകയാണ്. ഫെലിസ്തീനരുടെ ദേശത്തുകൂടിയുള്ള കനാൻ ദേശത്തേക്കുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോകാതെ ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടി ജനത്തെ നടത്തുവാൻ തീരുമാനിക്കുകയാണ്. 25 ലക്ഷത്തിൽ വരുന്ന ഇസ്രായേൽ ജനം മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുമ്പോൾ അവർ യുദ്ധസന്നദ്ധരായിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള ഒരു യുദ്ധത്തെ നേരിടുവാനുള്ള കരുത്ത് ഇസ്രായേൽ ജനത്തിനില്ല എന്ന് ദൈവം തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ വർഷങ്ങളിതാ കഴിഞ്ഞു. ഇസ്രായേൽ ജനം വിശ്വാസത്തിൽ വളർന്നിരിക്കുന്നു എന്നറിഞ്ഞ ദൈവം 7 ശക്തിയുള്ള ജാതികളെ നേരിടുവാൻ അവരെ അനുവദിക്കുകയാണ്. തുടക്കത്തിൽ ഫെലിസ്ത്യരോടുള്ള യുദ്ധത്തിന് ഇസ്രായേൽ ജനത്തെ കടത്തിവിടാത്ത അതേ ദൈവം പിന്നത്തേതിൽ 7 ജാതികളുമായുള്ള യുദ്ധത്തിനായി അവരെ കടത്തിവിടുന്നു. നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്. നമ്മിൽ സംഭവിപ്പാനുള്ളത് മുന്നമേ അറിയുന്ന ദൈവം ചില പരീക്ഷകൾ നമുക്ക് അനുവദിക്കുന്നില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്ക സമയങ്ങളിൽ പരീക്ഷകളെ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പരീക്ഷകൾ ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, നമ്മുടെ നിലനിൽപ്പ് കണക്കാക്കി അവയിലൂടെ ദൈവം നമ്മെ കടത്തിവിട്ടില്ല എന്ന് മാത്രം. എന്നാൽ ഇന്ന് നാം എല്ലാവരും വിശ്വാസത്തിൽ വളർന്നിരിക്കുന്നു. ഇനി പരീക്ഷകളില്ലാതുള്ള ജീവിതമല്ല, പകരം യുദ്ധം ചെയ്യുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നാം എല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണ് ആയിരിക്കുന്നത്. നമ്മുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാകുന്നു. നാം ദൈവത്തോട് കൂടുതലായി അടുക്കും തോറും നാം നേരിടുവാനുള്ള പരീക്ഷകളുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചില യുദ്ധങ്ങളെ നേരിടുവാൻ ദൈവം അനുവദിക്കുന്നത്. പരീക്ഷകളെ നേരിടുവാൻ തയ്യാറായിക്കൊള്ളുക. നമ്മുടെ എല്ലാവരുടെയും ചീഫ് കമാൻഡറായിരിക്കുന്ന ദൈവം ഇന്ന് നമ്മോട് ആജ്ഞാപിക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങൾ ജയിക്കുമെന്നല്ല, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് അഷ്വറൻസ് ഗോഡ് വാണ്ട്സ് ടു ഗീവ് us ടുഡേ. അതാണ് ദൈവം ഇന്ന് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ്. ഹാവ് എ